മുസ്ലിം വിരുദ്ധ പരാമർശം രാജസ്ഥാനിൽ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാതി സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസിന്റെ ശ്രമം. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കില്ല. 90 നിമിഷം മാത്രം ദൈർഘ്യമുള്ള തന്റെ പ്രസംഗം കോൺഗ്രസിനെ ആശങ്കയിലാക്കിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. अभी परसों जब मैं राजस्थान आया था तो मेरा एक 1.5 मिनट का भाषण 90 सेकंड का भाषण और मैंने कुछ सत्य देश के सामने रखा और पूरी कांग्रेस और इंडी गठबंधन में ऐसी भगदड़ मची है मैंने सत्य रखा देश के सामने। कांग्रेस आपकी संपत्ति छीनकर उनके खास लोगों को बांटने की गहरी साजिश रचकर बैठी है. വിദ്വേഷ പ്രസംഗം CPIM സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. മോദിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിലക്കണം എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം. എന്നാൽ പരാതികളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടം വരെ പ്രതികരിച്ചിട്ടില്ല. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, മിനിഞ്ഞാന്നത്തെ പ്രസംഗം തുടരുകയാണോ ഇന്ന് പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത്? രണ്ടും രാജസ്ഥാനിൽ തന്നെയാണ്. ഇന്നലെ മറിച്ചായിരുന്നു പ്രസംഗം. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എന്താണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം സമീപിച്ചു കഴിഞ്ഞു. സ്മൃതി, ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലെ വിവാദ പരാമർശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തിന്റെ സമ്പത്തിൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് അദ്ദേഹം ഇന്നിപ്പോൾ വീണ്ടും ആവർത്തിച്ചു. അതേ വേദിയിൽ താൻ ഉണ്ടായിരുന്നു എന്നാണ് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിലാണ് താൻ ആ വേദിയിൽ ഉണ്ടായിരുന്നത്. രാജ്യത്തെ സംവരണം, പ്രത്യേകിച്ച് ദളിതരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകാനാണ് നീക്കം നടക്കുന്നത്. ജാതി സംവരണം അടക്കമുള്ള വിഷയങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളും ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പട്ടികജാതി പിന്നാക്ക സംവരണം മുസ്ലിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളും അദ്ദേഹം എന്താണെങ്കിലും ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ പരാമർശങ്ങൾ വലിയ വിവാദമായെങ്കിലും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പ്രധാനമന്ത്രി തയ്യാറല്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പ്രസംഗം BJPക്ക് വലിയ ഊർജ്ജം നൽകും എന്ന കാര്യത്തിലും സംശയമില്ല. ആ ഒരു കണക്കൂട്ടിൽ തന്നെയാണ് പ്രധാനമന്ത്രി വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ രാമക്ഷേത്രവും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് BJPയുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ തന്നെ ഇത്തരത്തിൽ മുസ്ലിം അനുകൂല നിലപാട് കോൺഗ്രസും ഇന്ത്യ സഖ്യവും സ്വീകരിക്കുന്നു എന്നടക്കമുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ തീർച്ചയായും ഗുണം ചെയ്യും എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കകത്തിന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും തന്റെ പ്രസംഗത്തിലെ ഒരു ചെറിയ ഭാഗം പോലും ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിൽ ആക്കി എന്നാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു വശത്ത് ഈ വിവാദം ഇങ്ങനെ പുകയുമ്പോൾ പ്രധാനമന്ത്രി വീണ്ടും പ്രസംഗം നടത്തുമ്പോൾ ഇന്ത്യ സഖ്യവും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും അവിടെ നിന്ന് ഒരു തീരുമാനവും അല്ലെങ്കിൽ ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൃന്ദ കാരാട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ആ പരാതി സ്വീകരിക്കാൻ ദില്ലി പോലീസ് തയ്യാറായിരുന്നില്ല. അതിനു പിന്നാലെ അവരിപ്പോൾ എന്താണെങ്കിലും സുപ്രീം കോടതിയിൽ ഈ വിഷയം പരാമർശിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഉള്ളത്. പ്രത്യേകിച്ച് വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ആ പരിഗണിക്കുന്ന സമയത്ത് ഈ വിഷയം അവിടെ മെൻഷൻ ചെയ്യാനാണ് അഭിഭാഷകൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇതിനോടകം തന്നെ ഇന്നലെ മനു അഭിഷേക് സിംഗ്വിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ വീഡിയോകൾ, അതോടൊപ്പം ഫോട്ടോകൾ, അതോടൊപ്പം തന്നെ BJPയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് വന്ന പോസ്റ്റുകൾ അടക്കം നൽകിക്കൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ അതിൽ ഇതുവരെ ഒരു നടപടി സ്വീകരിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി അത് തീർച്ചയായും ഏകപക്ഷീയമാണ് എന്നൊരു വിലയിരുത്തലാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുതാര്യമാണ് എന്ന് വ്യക്തമാക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നില്ല അവർ എന്ന വിമർശനം കൂടി എന്താണെങ്കിലും കോൺഗ്രസിനടക്കം ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ നിലവിൽ ഒപ്പുശേഖരണം, അതോടൊപ്പം കോൺഗ്രസിൽ പ്രകടന പത്രിക പ്രധാനമന്ത്രിക്ക് തപാൽ മുഖേന അയച്ചു കൊടുക്കുക തുടങ്ങിയ പ്രതിഷേധങ്ങളൊക്കെ കോൺഗ്രസ് നടത്തുന്നുണ്ട്. അതിനപ്പുറം മറ്റു പ്രതിഷേധങ്ങളിലേക്ക് കൂടി കോൺഗ്രസ് എന്താണെങ്കിലും ഇതിൽ കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വിവരങ്ങൾ നൽകിയത്.